ഒരൊറ്റ ചാട്ടോ മാട്ടോ ഒന്നുമില്ല, നമ്മൾക്ക് ഒന്നുമില്ല. മറ്റേ സ്ത്രീകൾക്കും കറക്കാം, ആർക്ക് വേണമെങ്കിലും നമുക്ക് കറക്കാം. ഒരു വിധപ്പം നമ്മൾ ആവറേജ് പറയണം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഒരു 45 തൊട്ടിട്ട് എന്റെ കയ്യിൽ 1-10 വരെയുള്ള പയ്യലുണ്ട്. വെറും 45,000 രൂപയ്ക്ക് പശുവിന് വേണോ? അത് നല്ല തമിഴ്നാടൻ പശുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചധികം തമിഴ്നാടൻ പശുക്കളാണ്. പാലക്കാടിൻ്റെ ബോർഡറിലുണ്ട്, അതല്ല തമിഴ്നാടിൻ്റെ പല ഗ്രാമങ്ങളിലും ഇത്തരം പശുക്കളെ കിട്ടാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചധികം പശുക്കളെയാണ്. നേരെ പിടിക്കുക. എന്റെ പേര് ഉദയൻ. ഓക്കെ. പാലക്കാട് വടക്കഞ്ചേരിയാണ്. പിന്നെ ഇതിൽ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പാലിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സുഹൃത്തുക്കൾ വരുന്നത് തലേ ദിവസം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ഒരു സമയം പിടിച്ചിട്ട് വരണം. സമയം പിടിച്ച് നിങ്ങൾക്ക് ഒരു നേരം കറവ് കണ്ടിട്ട് കൊണ്ടുപോകല്ല, 2 നേരം കറവ് കണ്ടിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും എനിക്ക് അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം. പാലക്കാടാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഈ കറവ് കണ്ട് നമ്മൾക്ക് കൊണ്ടുപോകാം. ശരി. അതിനുള്ള 100 ഗ്യാരണ്ടിയാണ്. പിന്നെ വേറെ നമുക്കൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പറയുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചെനപ്പയ്യകള് നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പ്രസവിച്ചിട്ട് പാല് കാമ്പിക്കൂടെ പാല് വരുന്നില്ല എന്ന് പറഞ്ഞാ ഒന്നുമില്ലെങ്കിൽ ആ ഫാമുകാരനെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക, 2-ൽ ആരെങ്കിലും ഒരാളിനെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ ഉടനെ ആ പയ്യനെ മാറ്റി തരുന്നതാണ് എന്റെ ഗ്യാരണ്ടി. കാമ്പിന്ന് പാല് വന്നില്ലെന്നുണ്ടെങ്കിൽ പശുവിനെ മാറ്റിത്തരും. അല്ലാണ്ട് വേറെ ഗ്യാരണ്ടി. അതാണ് ഗ്യാരണ്ടി. ഇത് നമ്മൾ എച്ച് ക്രോസ് പയ്യകളാണ്. അതായത് മറ്റേ പ്രസവിക്കാറായിട്ടുള്ള അതൊക്കെ പ്രസവിക്കാറായതാണ്. ഈ 2 പയ്യും ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ കൂട്ടി പറയുന്നുണ്ട്. 10 ദിവസം കൊണ്ട് ആകും. പക്ഷെ 10 ദിവസം കൊണ്ട് ആകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു 10 ദിവസം കൂടി ഗ്യാപ്പ് പറയുകയാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ചാട്ടാ മാട്ടാ അല്ലെങ്കിൽ വടിക്കല കുത്തല ഒന്നും ഇല്ലാത്ത പയ്യകളാണ്. നല്ല ഒതുങ്ങിയ പയ്യകളാണ്. 2 നേരം കൂടി ഒരു 18 ലിറ്റർ പാല് 2 നേരം കൂടി ആവറേജ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. 20ന്റെ മുകളിൽ കിട്ടുന്ന ഞാൻ പറയുന്നില്ല. ഒരു 18 ലിറ്റർ പാല് നമ്മളെ ആവറേജ് കണക്കൂട്ടിയാൽ മതി 2 നേരം കൂടി. ഇതിനെയും വെച്ചിട്ട് വലിയ പയ്യകൾ വേണം പറഞ്ഞാൽ 20-25 ലിറ്റർ പാല് കറക്കുന്ന പയ്യകൾ വേണം പറഞ്ഞാൽ അത് നമ്മള് ലെവലാക്കി റെഡിയാക്കി തരാം. ഹൈബ്രിഡ് അത് വേണം പറഞ്ഞാൽ അതും നമ്മുടെ കയ്യിലുണ്ട്. സാധാരണക്കാർക്കായിട്ടുള്ള നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പയ്യകൾ നമ്മൾ എടുത്തു തരാം. ഏറ്റവും കുറഞ്ഞ വിലക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധപ്പം നമ്മൾ ആവറേജ് പറയണം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഒരു 45 തൊട്ടിട്ട് എന്റെ കയ്യിൽ 1-10 വരെയുള്ള പയ്യലുണ്ട്. ചെറുകിടക്കാർക്ക് പറ്റുന്ന പാല് കുറവായിരിക്കും. അതിപ്പോ നമ്മൾക്കിപ്പോ എത്ര നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോ 2 നേരം കൂടി ഒരു 8 ലിറ്റർ പാല് കിട്ടാം, ചിലപ്പോ 10 ലിറ്റർ പാല് കിട്ടാം. എച്ചപ്പ് പയ്യകളാണ്, എച്ചപ്പ് ജേഴ്സി പയ്യകളാണെങ്കിൽ ജേഴ്സി പയ്യ, ഏത് പയ്യാണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ട്. നമുക്ക് ഈ സ്കീമിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു? സ്കീമിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നാണ് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാം. അതിനൊന്നും യാതൊരു സംശയവും വേണ്ട. തമിഴ്നാട് പയ്യകൾ വേണം പറഞ്ഞു. ഇപ്പൊ തമിഴ്നാട് ഞാൻ മേടിച്ചു തരാം. എല്ലാവരും ജേഴ്സി പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ആവറേജ് പാല് കിട്ടുന്ന ഒരു 2 നേരം കൂടി ഒരു 18 ലിറ്റർ പാല് കിട്ടുന്ന പയ്യകള്, ജേഴ്സി പയ്യകള് കൂടുതൽ എച്ചപ്പ് എല്ലാ ആൾക്കാർ എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് ജേഴ്സി പയ്യകളാണ്. ഇത് 2ാം പേർ പയ്യാണ്, മനസ്സിലായില്ലേ? 2ാം പേർ പയ്യാണ്. അതേപോലത്തെ അതും ജേഴ്സിയാണ്. അതായത് ഒരു ഇനി പ്രസവിക്കാൻ പോണു 3ാമത്തെ പ്രസവമാണത്. ഇത് 3ാമത്തെ പ്രസവമാണ്. നല്ല ഒതുങ്ങിയ പയ്യകളാണ്. അപ്പൊ നമ്മൾക്കിത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച്, അതായത് സാധാരണക്കാർക്ക് വരുമ്പോ അതിനനുസരിച്ചുള്ള വിലക്കുള്ളത് നമുക്ക് കൊടുക്കണ്ടേ? ശരിയാ. അപ്പൊ അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇത് ഈ പൈ, അതായത് ആവറേജ് എങ്ങനെ പോയാലും ഒരു 18 ലിറ്റർ പാലിന് മുകളിൽ കിട്ടി പൈ. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മളെ മറ്റേ കൂട്ടി പറയണില്ല. പ്രസവിച്ച ഒരു 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആണല്ലേ? 10 ദിവസം ഗ്യാപ്പുള്ള പയ്യുണ്ട്. പെറ്റ പയ്യെന്ന് പറഞ്ഞാൽ പെറ്റ പയ്യുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ പറഞ്ഞില്ലേ 45 തൊട്ട് നമ്മൾ 1-10 വരെയുള്ള ലെവലിൽ ഉള്ളതാണ്. അതിപ്പോ അവര് പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഇവിടെ വന്ന് കസ്റ്റമർക്ക് വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പയ്യനെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ പയ്യ പെറ്റ പയ്യാണ്. 2ാമത്തെ പ്രസവമാണ്. എത്ര ദിവസമായിട്ട്? 10 ദിവസമായിട്ട് പെറ്റിട്ട്. ആണല്ലേ? 10 ദിവസമായിട്ട് ഇവിടെ വരും. ഒരൊറ്റ ചാട്ടോ മാട്ടോ ഒന്നുമില്ല, നമ്മൾക്ക് ഒന്നുമില്ല. മറ്റേ സ്ത്രീകൾക്കും കറക്കാം, ആർക്ക് വേണമെങ്കിലും നമുക്ക് കറക്കാം. അങ്ങനെയുള്ളതിന് നമ്മൾ കൊടുക്കുകയുള്ളൂ. അതായത് കൂടുതൽ നമ്മൾക്ക് വരുന്നത് സാധാരണക്കാരാണ് നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് അവരിനെ മറ്റേ ഇതാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും മാക്സിമം നമ്മൾ ആവറേജ് നമുക്ക് അവർക്ക് എത്രത്തോളം താത്തി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് താത്തി വാങ്ങിച്ചു കൊടുക്കാം. ഇത് പെറ്റ പയ്യാണ്, എച്ചപ്പിന്റെ ക്രോസ് പയ്യെ. എത്ര ദിവസം? ഇത് ഒരു 13 ദിവസമായിട്ടുണ്ട്.
ഇതിനൊക്കെ ഒരു 18-20 ലിറ്റർ കിട്ടാൻ സാധ്യത? ഓ ധാരാളം കിട്ടും ആണല്ലേ? ഓ അതിനൊരൊറ്റ കുഴപ്പമില്ല, ധാരാളം കിട്ടും. നല്ല ഒതുങ്ങിയ പയ്യലാണ്, ധാരാളം കിട്ടും. ഇതാ അനങ്ങില്ല, കാല് വെച്ച കാല അനക്കില്ല. അതുപോലെ അതായത് വീടുകളിലൊക്കെ കൊണ്ടായാലും യാതൊരു ഇഷ്യൂ ഇല്ല, ഒറ്റതുമില്ല. തിന്നാനും കുടിക്കാനും ഒന്നിനും ഒരു ഇത് വരില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം വരില്ല. ഇതും പറ്റ പയ്യാണ്. സ്വഭാവം എന്താണ്? ഇതാ നമ്മൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ, പച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ കിടന്ന് ഒഴിക്കാം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാലെടുക്ക വാലെടുക്ക ഒന്നും ചെയ്യില്ല. അതിലൊക്കെ ഒരൊറ്റ ഇതുമില്ല. ആവറേജ് എന്റെ ഹൈറ്റ് ഉണ്ട്. ചേട്ടന്റെ ഹൈറ്റ് ഏതാണ്ട് വരും. എന്റെ ഹൈറ്റ് ഉണ്ട് പയ്യെ, ചേട്ടന്റെ ഹൈറ്റ് വരുന്നു. അതായത് ഫാമുകാർക്കൊക്കെ പറ്റിയ നല്ല പയ്യാണ്. നമ്മുടെ കയ്യിൽ 150 തൊട്ട് 200 വരെയുള്ള പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അതായത് ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. 200 പയ്യകൾ അടക്കം വരെ നമ്മുടെ കയ്യിലുണ്ട്. ഏത് വേണമെന്നുള്ള അവര് തെരഞ്ഞെടുത്തോട്ടെ. കറവ് കാണണം, നമ്മളിവരെ കറന്ന് കണ്ടിട്ട് കൊണ്ടുപോയാൽ മതി. പശുക്കളെ വാങ്ങാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? തലേ ദിവസം എന്നെ വിളിക്കുക. എന്നെ വിളിക്കുമ്പോ അവര് ഏത് ഭാഗത്തുനിന്നാ വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള ലൊക്കേഷൻ പറഞ്ഞുതരും. ഞാൻ ഇന്നവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇന്നവിടെ നിൽക്കുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവര് വിളിക്കുന്നവര്, സുഹൃത്തുക്കള് വരുന്നവര് വിളിക്കുന്നവര് ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരും. തലേ ദിവസം വിളിക്കണം, എന്നെ തലേ ദിവസം വിളിക്കണം. അതുപോലെ എന്റെ മറ്റേ ഫോണിൽ വിളിച്ചാൽ കിട്ടിയില്ല പറഞ്ഞാൽ വാട്സപ്പില് മെസ്സേജ് അയക്കുക. നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി.